തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. വചനവർഷത്തോടനുബന്ധിച്ചുള്ള വിശുദ്ധ ലിഖിതത്തിന്റെ പഠന പരമ്പരയിൽ ലൂക്കായുടെ കൃതികളിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ നടപടികൾ, ചുരുക്കത്തിൽ നടപടി പുസ്തകം. നമ്മുടെ ആരാധനാക്രമത്തിൽ നാം ഉപയോഗിക്കുന്നത് നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന എന്നാണ്. അപ്പോൾ ഈ രണ്ട് കൃതികളുടെയും പഠനം ഒരുമിച്ച് നടത്തുവാനാണ് നാം ശ്രമിക്കുന്നത്. ആദ്യമായി ഈ പഠനത്തിന്റെ ഒന്നാം ഭാഗത്തിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ, ഈ രണ്ട് കൃതികളുടെയും പൊതുവായ ആമുഖ വിവരണങ്ങൾ നൽകുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നാം ഗ്രന്ഥകാരനെ പരിചയപ്പെടുന്നു. മൂന്നാമതായി ഈ രണ്ട് കൃതികൾ, ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളും തമ്മിലുള്ള ഐക്യത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നു. നാലാമതായി ലൂക്കായുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ആശയങ്ങൾ. അഞ്ചാമതായി സുവിശേഷത്തിന്റെ ഘടനയും ലഘുവിവരണവും. ആറാമതായി അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ലഘുവിവരണവും. ഇങ്ങനെ ഈ പഠന പദ്ധതി ചുരുക്കത്തിൽ നാം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഈ അധ്യായത്തിൽ ചില പൊതുവായ ആമുഖ വിവരണങ്ങൾ, ചില പൊതു സവിശേഷതകൾ, പ്രത്യേകിച്ച് 6 സവിശേഷതകൾ, ലൂക്കായുടെ കൃതികളുടെ 6 സവിശേഷതകൾ നാം ചർച്ച ചെയ്യുന്നു. ഈ ലൂക്കായുടെ കൃതികളുടെ ഒന്നാമത്തെ സവിശേഷത എന്നത് ഏറ്റവും ദൈർഘ്യമേറിയ സുവിശേഷ ഗ്രന്ഥകാരനാണ് ലൂക്കോസ്. പ്രത്യേകിച്ച് വാക്കുകളും നാം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലെ 7947 വാക്യങ്ങളിൽ 2157 വാക്യങ്ങൾ ലൂക്കായുടെ കൃതികളിലാണ്. അതായത് പുതിയ നിയമത്തിന്റെ ആകെ മൊത്തത്തിന്റെ ഏതാണ്ട് 27% ലൂക്കായുടെ കൃതികളിലാണ്. അപ്പോൾ നമ്മുടെ പഠന വിഷയം ലൂക്കായുടെ കൃതികൾ എന്നുള്ളത് ഒരു ദൈർഘ്യമേറിയ പഠനമാണ്. അതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത, ലൂക്കായുടെ കൃതികൾ ഇതുവരെ എഴുതപ്പെട്ടതിൽ ഏറ്റവും മനോഹരമായ പുസ്തകം എന്ന് വിളിക്കാം. അതിന് കാരണം ലൂക്കായുടെ ശൈലി തന്നെയാണ്. ഉദാഹരണത്തിന്, മനോഹരമായ പല ഗീതങ്ങളും, ഹിംസ്, ലൂക്ക തന്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് മറിയത്തിന്റെ സ്തോത്രഗീതം, സക്കറിയായുടെ പ്രവചനഗീതം. ലൂക്കായുടെ ശൈലി വളരെ ആകർഷണവും അദ്ദേഹത്തിന്റെ കഥാവതരണം വളരെ പെർഫെക്റ്റുമാണ്. അതായത് നന്നായി അവതരിപ്പിക്കുന്നു എന്ന് സാരം. ഈ കൃതികൾ ഇത്ര മനോഹരമായിട്ട് പോലും ബൈബിൾ പഠന മേഖലകളിൽ ലൂക്കോസ് ഇത്തിരി പുറകിലായിരുന്നു. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആദിമസഭയിൽ ഏറ്റവും പ്രചാരം നേടിയ സുവിശേഷം മത്തായിയുടേതായിരുന്നു. അപ്പസ്തോലനായ മത്തായി എന്ന ലേബലിലാണ് അതിന് പ്രചാരം കൂടുതൽ കിട്ടിയത്. അതുപോലെ തന്നെ അപ്പസ്തോലനായ യോഹന്നാൻ തന്റെ വ്യത്യസ്തമായ അവതരണത്തിൽ വിലമതിക്കപ്പെട്ടു. മർക്കോസ് ആദ്യകാല സുവിശേഷം അല്ലെങ്കിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം എന്ന ഖ്യാതിയും, അതോടൊപ്പം തന്നെ ഈ മർക്കോസിനെ പത്രോസായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ തലവനുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ മർക്കോസിന് കൂടുതൽ പ്രചാരം കിട്ടി. പക്ഷെ ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ ലൂക്കായുടെ കൃതികൾ ബൈബിൾ പഠനത്തിന്റെ കേന്ദ്രമാണ്. മൂന്നാമത്തെ സവിശേഷത, ലൂക്കോസിന്റെ കൃതികൾ ബഹുസ്വരതയുടെ കൃതികൾ എന്ന് കരുതപ്പെടുന്നു. മോസ്റ്റ് പ്ലൂറലിസ്റ്റിക് റൈറ്റിംഗ്സ്. ലൂക്കായുടെ കൃതികൾ ഈ ആധുനിക ലോകത്തോട് നന്നായി യോജിച്ചു പോകുന്ന തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ,
വിജാതീയരിലേക്ക് കൂടി വിപുലീകരിച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തി ആരും ഈ രക്ഷാകര പദ്ധതിക്ക് പുറത്തല്ല എന്ന് പഠിപ്പിക്കുന്നത് ലൂക്കോസാണ്. രക്ഷകൻ ഇസ്രായേലിന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും എല്ലാ ദേശത്തേക്കും വേണ്ടിയുള്ളവരാണ്. പ്രത്യേകിച്ച് 2-ാം വാല്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് സഭ അല്ലെങ്കിൽ സുവിശേഷം ലോകത്തിന്റെ അതിർത്തി വരെ എത്തിയെന്നാണ്. അക്കാലത്ത് റോം ലോകത്തിന്റെ അവസാനം അല്ലെങ്കിൽ ലോകത്തിന്റെ അതിർത്തിയായി കരുതപ്പെട്ടിരുന്നു. മറ്റു 3 സുവിശേഷങ്ങൾ പാലസ്തീനായിൽ ഒതുക്കപ്പെട്ടപ്പോൾ ലൂക്കായുടെ സുവിശേഷം അതിർത്തികളെ ഭേദിച്ച് ലോകത്തിന്റെ അതിർത്തി വരെ എത്തി. ഇത് സാധ്യമാകാൻ ലൂക്കായുടെ അടിസ്ഥാന അടിത്തറകളിൽ ഒന്നാണ് ബഹുസ്വരത, പ്ലൂറലിസ്റ്റിക് അപ്രോച്ച്. ഈ ബഹുസ്വരതയെ മുൻനിർത്തി ലൂക്കോസ് ദൈവ പദ്ധതിയെ അവതരിപ്പിക്കുന്നു. അതായത് ദൈവത്തിന്റെ പദ്ധതി എങ്ങനെ കണ്ടുമുട്ടി, ഭൂതകാലം പാസ്റ്റ്, ദൈവത്തിന്റെ പദ്ധതി എങ്ങനെ കണ്ടുമുട്ടുന്നു പ്രസന്റ്, ഇപ്പോൾ വർത്തമാനകാലം, അതുപോലെ തന്നെ ദൈവത്തിന്റെ പദ്ധതി എങ്ങനെ കണ്ടുമുട്ടും ഫ്യൂച്ചർ എന്ന് ലൂക്കോസ് അവതരിപ്പിക്കുന്നു. ഈ ബഹുസ്വരതയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഇന്ത്യയാണ്. നിരവധി വൈവിധ്യങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ, പാരമ്പര്യങ്ങൾ, ആരാധനകൾ, ഇങ്ങനെ വൈവിധ്യങ്ങളുടെ നടുവിൽ സുവിശേഷത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് ലൂക്കോസ്. 4-ാമത്തെ സവിശേഷത നാം മുകളിൽ പറഞ്ഞതിനോട് ബഹുസ്വരതയോട് ചേർന്ന് നിൽക്കുന്നു. അതായത് സാർവത്രികം, യൂണിവേഴ്സൽ. ലൂക്കാസ് സുവിശേഷകന്റെ കാഴ്ചപ്പാടിൽ സുവിശേഷം പ്രപഞ്ചം മുഴുവനും വ്യാപിക്കണം. സുവിശേഷത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലേക്കും അതുപോലെ തന്നെ പ്രപഞ്ചം മുഴുവനിലേക്കുമാണ്. അതിരുകളില്ലാത്തതാണ്. സുവിശേഷ പ്രഘോഷണത്തിന് അതിരുകളില്ല. അതായത് സൃഷ്ടി മുതൽ പറൂസിയ വരെ, കർത്താവിന്റെ 2-ാമത്തെ വരവ് വരെ സുവിശേഷ പ്രഘോഷണം നടത്തണം. കാരണം ഇത് സാർവത്രികമാണ്. 5-ാമത്തെ സവിശേഷത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം. പുതിയ നിയമ പുസ്തകങ്ങളുടെ ഗണത്തിൽ നിന്ന് ലൂക്കായുടെ കൃതികൾ, സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനങ്ങളും മാറ്റപ്പെട്ടാൽ പുതിയ നിയമത്തിന് എന്ത് നഷ്ടം വന്നേന്? സഭയ്ക്ക് എന്ത് നഷ്ടം? വിശ്വാസിക്ക് എന്ത് നഷ്ടം? ഇതിന്റെ ഉത്തരമാണ് ലൂക്കായുടെ കൃതികളുടെ അനന്യത എന്ന് നാം പറയുന്നത്. ദ യുണീക്ക്നെസ് ഓഫ് ലൂക്ക്. ലൂക്കായുടെ കൃതികളുടെ അനന്യത വെളിവാക്കുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, ലൂക്കായുടേതായ ഉപമകൾ, പാരബിൾസ് വഴി. 2-ാമതായി ലൂക്കായുടേതായ വിവരണങ്ങൾ, സംഭവ വിവരണങ്ങൾ, നരേഷൻസ് വഴി. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലെ ഉപമകളിൽ 24 ഉപമകളിൽ 18 ലൂക്കായുടേത് മാത്രമാണ്, ലൂക്കായിൽ മാത്രം കാണുന്നതാണ്. ഉദാഹരണത്തിന് നല്ല സമറിയക്കാരന്റെ ഉപമ 10-ാം അധ്യായം, 12-ാം അധ്യായത്തിലെ ധനികൻ, 15-ാം അധ്യായത്തിലെ നഷ്ടപ്പെട്ട ആട്, നാണയം, പുത്രൻ, 16-ാം അധ്യായത്തിലെ ധനികനും ലാസറും, 18-ാം അധ്യായത്തിലെ ഫരിസേയനും ചുങ്കക്കാരനും. ഇവയെല്ലാം ലൂക്കായുടെ അനന്യത വെളിവാക്കുന്ന ഉപമകളാണ്. അതുപോലെ തന്നെ 2-ാമതായി ലൂക്കായുടേതായ വിവരണങ്ങൾ, ലൂക്കായിൽ മാത്രമുള്ള സംഭവ വിവരണങ്ങൾ. ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ഉം 2-ഉം അധ്യായങ്ങൾ ലൂക്കോസിന്റെ മാത്രം വിവരണമാണ്, യേശുവിന്റെ ബാല്യകാല വിവരണങ്ങൾ. മറ്റൊരു വിവരണം സക്കേവൂസിന്റെ കഥ, അധ്യായം 19. മറ്റൊരു വിവരണം എമ്മാവൂസ് വിവരണമാണ്, അധ്യായം 24. അപ്പോൾ ലൂക്കോസ് തന്റെ അനന്യത വെളിവാക്കുന്നത് തൻ്റെതായ ഉപമകൾ വഴിയും അതുപോലെ തന്നെ തൻ്റെതായ വിവരണങ്ങൾ വഴിയുമാണ്, പാരബിൾസ് ആൻഡ് നരേഷൻസ്. 6-ാമതായി ഈ കൃതികളുടെ പ്രത്യേകത എടുത്തു കാട്ടുന്നത് പുതിയ നിയമത്തിൽ ഒരു തുടർഭാഗം എഴുതുന്ന എഴുത്തുകാരൻ വിശുദ്ധ ലൂക്കോസാണ്. സുവിശേഷത്തിന്റെ ഒരു തുടർഭാഗമായിട്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തെ ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ അപ്പസ്തോലന്മാരിലൂടെ, സഭയിലൂടെ തുടരുന്നു. അങ്ങനെ സുവിശേഷവും നടപടി പുസ്തകവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ഈ 6 സവിശേഷതകൾ
നാം ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കൃതികൾ ഏറ്റവും ദൈർഘ്യമേറിയ കൃതികളാണ്. രണ്ടാമതായിട്ട് ഏറ്റവും മനോഹരമായ ഒരു ഗ്രന്ഥമാണ്, ബഹുസ്വരതയുടെ ഒരു ഗ്രന്ഥമാണ്, സാർവത്രികയുടെ ഒരു ഗ്രന്ഥമാണ്, ലൂക്കായുടെ അനന്യത വെളിവാക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു തുടർഭാഗം എഴുതുന്ന എഴുത്തുകാരൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആമുഖത്തിന് ശേഷം അടുത്തതായി ഈ പഠന പദ്ധതിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വാഭാവിക ചോദ്യത്തിന് ഉത്തരമാണ്. ആരാണ് ഗ്രന്ഥകാരൻ? ആരാണ് ഗ്രന്ഥകർത്താവ്? മറ്റു 3 സുവിശേഷങ്ങളിലെ പോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിനും ഗ്രന്ഥകർത്താവ് ആര്, അദ്ദേഹത്തിന്റെ പേരെന്ത്, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് ഈ കൃതികൾ കൃത്യമായ വിവരണങ്ങളൊന്നും നൽകുന്നില്ല. ഗ്രന്ഥകാരൻ ലൂക്ക ആണെന്നാണ് സഭയിലെ പരമ്പരാഗത വിശ്വാസം. ഈ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ നമുക്ക് 2 മേഖലകളിൽ നിന്ന് നാം ശേഖരിക്കുന്നത്. ഒന്നാമതായി ഇന്റേണൽ, രണ്ടാമതായി എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് വെച്ചാൽ അകത്തുനിന്ന് ഈ 2 ഗ്രന്ഥങ്ങളുടെ, ലൂക്കായുടെയും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെയും ഉള്ളിൽ നിന്ന് തന്നെ ഗ്രന്ഥകാരനെ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ഗ്രന്ഥകാരനെ കുറിച്ചുള്ള 2 പ്രധാന നിരീക്ഷണങ്ങൾ. ഒന്നാമതായി, ഗ്രന്ഥകാരൻ ഒരു ദൃക്സാക്ഷിയായിരുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 1:1-2 വരെ ഇപ്രകാരം പറയുന്നു: നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന് ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അപ്പോൾ സുവിശേഷത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ സുവിശേഷകൻ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സുവിശേഷകന് കിട്ടി? ഉത്തരം 2-ാമത്തെ വാക്യത്തിൽ വിവരിക്കുന്നത് പോലെ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അതായത് ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത് തനിക്ക് കൈമാറി കിട്ടിയതാണ്. അപ്പോൾ ആന്തരിക തെളിവ് വെച്ച്, ഇന്റേണൽ എവിഡൻസ് വെച്ച് ഈ ഗ്രന്ഥകാരൻ ക്രിസ്തുവിന്റെ പരസ്യജീവിത കാലത്ത് ഒരു ദൃക്സാക്ഷിയല്ല. പിന്നെയോ അദ്ദേഹം 2-ാം തലമുറയിലെ ഒരു ശിഷ്യനാണ് എന്ന് സാരം. അപ്പസ്തോലന്മാരോടൊപ്പം പ്രവർത്തിച്ച തലമുറ എന്ന് വിശേഷിപ്പിക്കാം. യേശുവിന്റെ ചരിത്ര സംഭവങ്ങളിൽ ഭാഗമല്ലാത്ത, ദൃക്സാക്ഷിയല്ലാത്ത, അപ്പസ്തോലിക ഗണത്തിൽ പെടാത്ത ഒരു ഗ്രന്ഥകാരനാണ് ലൂക്കോസ് എന്ന് നമുക്ക് അനുമാനിക്കാം. ശുശ്രൂഷകരും ദൃക്സാക്ഷികളും നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രന്ഥകാരൻ എഴുതുന്നത്. 2-ാമത്തെ നിരീക്ഷണം, ഗ്രന്ഥകാരൻ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ചില സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാണ്. പൗലോസിന്റെ സഹചാരിയായിട്ടാണ് രചയിതാവിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ചിലയിടങ്ങളിൽ ഞങ്ങൾ വാക്യങ്ങൾ നാം കാണുന്നു. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായവും 20-ാം അധ്യായവും 21-ഉം 27-ഉം 28-ഉം ഇതിലെല്ലാം ഞങ്ങൾ എന്ന ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്നാൽ പൗലോസും ലൂക്കായും. ഇതിന്റെ അർത്ഥം ചില പ്രേക്ഷിത യാത്രകളിൽ ലൂക്ക പൗലോസിനെ അനുഗമിച്ചിരുന്നു എന്നാണ്. ഇതിന്റെ വെളിച്ചത്തിലാണ് പൗലോസിന്റെ ലേഖനങ്ങളിൽ ലൂക്കായെ പ്രതിപാദിക്കുന്നത്. പ്രധാനമായും 4 ഇടങ്ങളിലാണ് പുതിയ നിയമത്തിൽ ലൂക്കായെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രിയങ്കരനായ ഫിഷഗ്രൻ, ഡോക്ടർ. ഫിലമൻ എഴുതിയ ലേഖനത്തിൽ 24-ാം വാക്യത്തിൽ സഹപ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 2 തിമോത്തിയൂസ് 4:11 പൗലോസിന്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ 21 ഒരു ലൂസിയോസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ 2 കൃതികളുടെ ഉള്ളിൽ നിന്നുള്ള തെളിവുകൾ ഇപ്രകാരം നമുക്ക് സംഗ്രഹിക്കാം. സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുത്തുകാരൻ ദൃക്സാക്ഷിയല്ല. തനിക്ക് ഏൽപ്പിച്ചു നൽകപ്പെട്ട കാര്യങ്ങൾ എഴുതുന്ന എഴുത്തുകാരനായിരിക്കെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ചില സംഭവങ്ങളിൽ ഗ്രന്ഥകാരൻ ദൃക്സാക്ഷിയാണ്. ഉദാഹരണം, ഞങ്ങൾ, വാക്യങ്ങൾ. അപ്പോൾ അത് ആന്തരികമായി ഉള്ളിൽ നിന്നുള്ള തെളിവുകൾ ഇപ്രകാരമാണ് പറയുന്നതെങ്കിൽ,
രണ്ടാമതായിട്ട് ബാഹ്യ തെളിവുകൾ, ബാഹ്യ സ്രോതസ്സുകൾ, ഗ്രന്ഥകാരൻ ലൂക്കായാണ് എന്ന് അനുകൂലിക്കുന്ന ബാഹ്യ തെളിവുകൾ, സഭാവാദങ്ങൾ അടങ്ങിയിരിക്കുന്നത് പുരാതന കയ്യെഴുത്ത് പ്രതികളിലും ചുരുളുകളിലുമാണ്, മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് സ്കോൾസ്. സഭാ പാരമ്പര്യം ഏകകണ്ഠമായാണ് ലൂക്കോസ് ആണ് ഈ കൃതികളുടെ ഗ്രന്ഥകാരൻ എന്ന് അംഗീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് പുരാതന കയ്യെഴുത്ത് പ്രതിയായ ബോർഡ്മീർ പാപ്പിറസ് P75 ഈജിപ്തിൽ നിന്ന് കണ്ടെത്തിയ പാപ്പിറസുകളുടെ കൂട്ടമാണ്. ഈ പാപ്പിറസുകളാണ് ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഏറ്റവും പഴയ കയ്യെഴുത്ത് പ്രതികളിൽ ഒന്ന്. ഈ ബോർഡ്മീർ പാപ്പിറസിന്റെ അവസാനത്തിൽ ലൂക്കായുടെ സുവിശേഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പാരമ്പര്യത്തോട് ചേർന്ന്, അതായത് ലൂക്കായാണ് ഈ കൃതികളുടെ ഗ്രന്ഥകർത്താവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മറ്റ് സാക്ഷികളും നമുക്കുണ്ട്. ഉദാഹരണത്തിന് മൂറത്തോറിയൻ രേഖയും സഭാപിതാക്കന്മാരായ ഇരണീയൂസും തെർത്തുല്യനും ഒറിജിനും യൗസേബിയൂസും ഒക്കെ ഏകകണ്ഠമായി സാക്ഷ്യപ്പെടുത്തുന്നു ലൂക്കായാണ് ഗ്രന്ഥകാരനെന്ന്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ ആമുഖമായിട്ട് നാം പറഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിൽ ആരാണ് ഗ്രന്ഥകർത്താവ് എന്ന് അകത്തു നിന്നും അതുപോലെ തന്നെ ബാഹ്യ തെളിവുകളിൽ നിന്നും നാം സാക്ഷ്യപ്പെടുത്തി. മൂന്നാമത്തെ അധ്യായത്തിൽ ഈ കൃതികൾ, പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഐക്യം, യൂണിറ്റി ഓഫ് ലൂക്ക് ആക്ട്സ് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ലൂക്ക തന്റെ സുവിശേഷം അപ്പസ്തോല പ്രവൃത്തികൾ മനസ്സിൽ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തെന്നാൽ അപ്പസ്തോല പ്രവൃത്തികൾ ഇല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പദ്ധതി അപൂർണമായിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതിയത് തന്നെ സുവിശേഷത്തെ പൂർത്തീകരിക്കാനാണ്. അതുകൊണ്ട് സുവിശേഷവും അപ്പസ്തോല പ്രവർത്തികളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ബന്ധം നമുക്ക് പ്രധാനമായും രണ്ട് തലങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ രണ്ട് കൃതികളും തുടങ്ങുന്നത് ഒരേ ആമുഖത്തോടു കൂടിയാണ്. വൺ പ്രീഫേസ്. ലൂക്ക 1 തൊട്ട് 4 വരെയും അപ്പസ്തോല പ്രവൃത്തികൾ 1 തൊട്ട് 5 വരെയും. സുവിശേഷം ഇപ്രകാരം പറയുന്നു: നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. മൂന്നാമത്തെ വാക്യം ഇപ്രകാരമാണ്: അല്ലയോ ശ്രേഷ്ഠനായ തിയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽ പരിശോധിച്ചതിന് ശേഷം എല്ലാം കൃത്യമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരുവാനാണ്. അപ്പസ്തോല പ്രവർത്തികൾ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അല്ലയോ തിയോഫിലോസേ, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് കൃതികളും ഒരേ വ്യക്തിയെയാണ് അഭിസംബോധന ചെയ്യുന്നത്, തിയോഫിലോസ്. ആരാണ് ഈ തിയോഫിലോസ്? ലൂക്ക അഭിസംബോധന ചെയ്യുന്നത് ശ്രേഷ്ഠനായ തിയോഫിലോസ് എന്നാണ്. ശ്രേഷ്ഠനായ എന്ന് ലൂക്ക അഭിസംബോധന ചെയ്യുന്നവരിൽ പ്രത്യേകിച്ച് റോമൻ ഗവർണർമാരുമുണ്ട്. ഉദാഹരണത്തിന് ഫെലിക്സ്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 23-26. അതുപോലെ തന്നെ ഫെസ്റ്റസ്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26-25. അപ്പോൾ ഈ തിയോഫിലോസ് ഒരു ഉയർന്ന റോമൻ ഉദ്യോഗസ്ഥനായിരിക്കാം, വളരെ സ്വാധീനമുള്ള ഒരു വിജാതീയനായ ക്രിസ്ത്യാനി. ശ്രേഷ്ഠനായ എന്നുള്ളത് മികച്ച മര്യാദയുള്ള ഒരു സംബോധനയാണ്. അപ്പോൾ ഈ തിയോഫിലോസ് ഇതിനോടകം തന്നെ സഭാ തലവന്മാരാൽ പ്രബോധനവും ശിക്ഷണവും ലഭിച്ചു. പക്ഷേ നീ പഠിച്ചിട്ടുള്ള വചനങ്ങൾ അത് നിന്നെ പൂർണ്ണതയിലേക്ക് നയിച്ചിട്ടില്ല. ഇപ്പോൾ നിന്നിലുള്ളത് ഒരു പ്രാഥമിക അറിവാണ്. ഈ പ്രാഥമിക അറിവിനെ ആഴമായ, അഗാധമായ,
തീവ്രമായ അറിവിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത് നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് സാരം. അപ്പോൾ ഈ തിയോഫിലോസിനെ കുറിച്ച് ചിരയങ്കോട് എന്ന് പഠിക്കുവാണെങ്കിൽ, തിയോഫിലോസ് എന്ന ഗ്രീക്ക് പദം വരുന്നത് 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. തേയോസ് ആൻഡ് ഫിലോസ്. അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തിന്റെ സുഹൃത്ത്, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ. തിയോഫിലോസ് അതിന്റെ വിശാല അർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ. നാം എല്ലാവരും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ്, ദൈവത്തിന്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ലൂക്കോസ് തന്റെ കൃതികൾ സമർപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ദൈവത്തിന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി, ചുരുക്കത്തിൽ ദൈവത്തിന്റെ എല്ലാ സ്നേഹിതർക്കും വേണ്ടി. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ നാം ലൂക്കായുടെ സുവിശേഷത്തിന്റെ അപ്പസ്തോല പ്രവൃത്തികളുടെയും സവിശേഷതകളെ കുറിച്ച് നാം പറഞ്ഞു. 2-ാമതായിട്ട് ഇതിന്റെ ഗ്രന്ഥകർത്താവ് ആര് എന്ന് നാം ചർച്ച ചെയ്തു. 3-ാമതായിട്ട് ഈ 2 കൃതികളും, ലൂക്കായും അപ്പസ്തോല പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം സംസാരിച്ചു. 4-ാമതായിട്ട് ഈ പഠന പദ്ധതിയിൽ ലൂക്കായുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങൾ, ആശയങ്ങൾ ചർച്ച ചെയ്യാം. ലൂക്കായുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്നത് തൻ്റെതായ ദൈവശാസ്ത്ര ചിന്തകളിൽ നിന്നാണ്. ലൂക്കായുടെ പ്രധാനമായ ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. 1-ാമതായിട്ട് വഴിയുടെ ദൈവശാസ്ത്രം, ദൈവ വഴിയുടെ ശാസ്ത്രം, അല്ലെങ്കിൽ ദ വേ തിയോളജി. 2-ാമതായിട്ട് വിരുന്നിന്റെ ശാസ്ത്രം, ബാൻക്വറ്റ് തിയോളജി. 3-ാമതായിട്ട് രക്ഷയുടെ ദൈവശാസ്ത്രം, ദ സാൽവേഷൻ. 4-ാമതായിട്ട് ലൂക്കായുടെ കരസ്പർശമുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ്, പ്രാർത്ഥന, കാരുണ്യം, ദരിദ്രരോടുള്ള കരുതൽ, സ്ത്രീകൾ. അപ്പോൾ 1-ാമതായിട്ട് നമുക്ക് വഴിയുടെ ദൈവശാസ്ത്രം, ദൈവ വഴിയുടെ ശാസ്ത്രം, വേ തിയോളജിയെ കുറിച്ച് ചിന്തിക്കാം. ഒരു വഴി അല്ലെങ്കിൽ മാർഗം എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇത് 2 കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഏതൊരു വഴിക്കും ഒരു ഭൂമിശാസ്ത്രമുണ്ട്, ജിയോഗ്രഫി. 2-ാമതായിട്ട് ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ ഒരു യാത്രാ പദ്ധതി ഉണ്ടാകും, ഒരു പര്യടന പദ്ധതി, ട്രാവൽ പ്ലാൻ. ജിയോഗ്രഫി, ട്രാവൽ പ്ലാൻ, ഭൂമിശാസ്ത്രം, യാത്രാ പദ്ധതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവശാസ്ത്രത്തെ വഴിയുടെ ദൈവശാസ്ത്രം എന്ന് നാം വിളിക്കുന്നത്? വഴിയുടെ ദൈവശാസ്ത്രത്തിലൂടെ ലൂക്ക നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ആ വഴിയുടെ ലക്ഷ്യസ്ഥാനമാണ്. ലൂക്കായുടെ അവതരണത്തിൽ യേശുതമ്പുരാന്റെ യാത്രയ്ക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. യാത്രയുടെ ലക്ഷ്യം ജെറുസലേമിലേക്കാണ്. യേശു തൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണ് ജെറുസലേമിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ ജെറുസലേമിലേക്കുള്ള യാത്രാ വിവരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ദൈവശാസ്ത്രത്തെയാണ് വഴിയുടെ ദൈവശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ യാത്രയിൽ, ഈ വഴിയിൽ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ട് ലൂക്ക ഇടുന്നത്. ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോല പ്രവൃത്തിയും ഒരു യാത്രാ രൂപത്തിലാണ് ലൂക്ക അവതരിപ്പിക്കുന്നത്. സുവിശേഷത്തിൽ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര, പിന്നീട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അത് ജെറുസലേമിൽ നിന്ന് ലോകത്തിന്റെ അതിർത്തികളിലേക്കുള്ള യാത്ര. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ യാത്രാ വിവരണം വളരെ ദൈർഘ്യമേറിയ ഒന്നാണ്. ഏതാണ്ട് 10 അധ്യായങ്ങളാണ് ഇതിനു വേണ്ടി ലൂക്ക മാറ്റിവെക്കുന്നത്. 9-ാം അധ്യായത്തിൽ 51-ാം വാക്യത്തിൽ ആരംഭിക്കുന്ന യാത്ര 19-ാം അധ്യായത്തിൽ അവസാനിക്കുന്നു. യാത്ര തുടങ്ങുന്നത് ഗലീലയിൽ നിന്നാണ്. ലൂക്ക 9:51 തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകുവാൻ ഉറച്ചു. ഈ യാത്രയുടെ ലക്ഷ്യം അപ്പോൾ ജെറുസലേം പട്ടണമാണ്, ജെറുസലേം ദേവാലയമാണ്. ലൂക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നത് ദേവാലയത്തിലാണ്. അതുപോലെ തന്നെ
അത് അവസാനിക്കുന്നതും ദേവാലയത്തിലാണ്. ലൂക്കോസിൽ പീഡാനുഭവവും മരണവും മാത്രമല്ല ജെറുസലേമിൽ സംഭവിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ എല്ലാ പ്രത്യക്ഷപ്പെടലുകളും നടത്തുന്നത് ജെറുസലേമിലാണ്. മത്തായിയുടെയും മർക്കോസിന്റെയും വിവരണത്തിൽ അത് ഗലീലിയയിലാണ്. ലൂക്കായുടെ 24-ാമത്തെ അധ്യായത്തിൽ ജെറുസലേമിൽ ആയിരിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു. ഈ യാത്ര കൊണ്ട് ലൂക്കോസ് ഉദ്ദേശിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്നവരെ, ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിന്റെ പരമാർത്ഥ സത്യം അറിയിക്കുക. ലൂക്കാസ് വിശേഷകൻ ഈ ജെറുസലേം യാത്രയെ ബന്ധപ്പെടുത്തുന്നത് പുറപ്പാട് അനുഭവത്തോടെയാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം മോശയോടൊപ്പം നടന്ന യാത്രയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ജെറുസലേം യാത്രയെ ഒരു പുതിയ പുറപ്പാട് അനുഭവമായിട്ടാണ് ലൂക്ക അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ദൈവശാസ്ത്ര ചിന്ത, ലൂക്കായുടെ ദൈവശാസ്ത്ര ചിന്ത എന്നുള്ളത് വിരുന്നിന്റെ ശാസ്ത്രമാണ്, ബാൻക്വറ്റ് തിയോളജി. യേശുവും ശിഷ്യന്മാരും വിരുന്നിന്റെ ഭാഗമായിട്ട് നിരവധി ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതോടെ അവർക്കൊരു ചീത്തപ്പേര് തന്നെ വന്നു ചേർന്നു, ഭോജനപ്രിയനും മദ്യപാനിയുമെന്ന്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 34. വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ, വിരുന്നിന്റെ സമയത്ത് നിരവധി ഉപമകളും പഠിപ്പിക്കലുകളും യേശു നൽകുന്നതിനാൽ അതിനെ വിരുന്നിന്റെ ശാസ്ത്രം എന്ന് പറയപ്പെടുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ ഏതാണ്ട് 14 വിരുന്നിന്റെ പശ്ചാത്തലങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. ഗ്രീക്ക് റോമാക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ചർച്ചായോഗങ്ങൾ, സംവാദങ്ങൾ, സിംപോസിയ ഒരു വിരുന്നോടുകൂടിയാണ് തുടങ്ങുന്നത്. ഈ ചിന്ത ചിലപ്പോൾ ലൂക്ക ഉൾക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്താണ് വിരുന്നിന്റെ ചിന്തയും പഠിപ്പിക്കലും? ഒന്നാമതായി, വിരുന്നിന്റെ ചിന്തയിലൂടെ ലൂക്ക പറയുന്നത് തുല്യതയും സമത്വവും സാർവത്രിക സാഹോദര്യവുമാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവനോടുള്ള പക്ഷം ചേരലും. ഉദാഹരണം, ലേവിയുടെ ഭവനത്തിലെ ഭക്ഷണം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 29 പ്രകാരം പറയുന്നു, ലേവി തന്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവനോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. രണ്ടാമത്തെ ഈ വിരുന്നിന്റെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള കരുണയും ക്ഷമയും നിരുപാധികം നൽകപ്പെടുന്നത് മറ്റൊരു വിരുന്നിന്റെ പശ്ചാത്തലത്തിലാണ്. ഉദാഹരണം, പാപിനിക്ക് മോചനം നൽകുന്നു. ഫരിസേയരിൽ ഒരുവൻ വിരുന്ന് നൽകുന്നു. അധ്യായം 7-ാം അധ്യായം 36 തൊട്ട് 50 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമതായി, ദരിദ്രരുമായി സ്വത്ത് സമ്പത്ത് പങ്കിടുന്നവർ ദൈവത്തിൽ ആനന്ദിക്കും. സഖ്യവൂസിന്റെ കഥ അതാണ് പറയുന്നത്, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. നാലാമതായി, എവിടെ കൂട്ടായ്മയും പങ്കുവെക്കലുമുണ്ടോ അവിടെ ക്രിസ്തു ഉണ്ട്. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷപ്പെടലുകളെല്ലാം ഇത് തന്നെയാണ് പങ്കുവെക്കുന്നത്. അഞ്ചാമതായി, അത്താഴമേശയിലെ കൂട്ടാളിത്വം, ടേബിൾ ഫെലോഷിപ്പ് വരുവാനിരിക്കുന്ന ഒരു യുഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. 14-ാം അധ്യായത്തിൽ 2 വിരുന്നിന്റെ ഉപമകൾ ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിരുന്നിന്റെ ചിന്ത ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയുടെ സ്വഭാവം നിർണയിക്കപ്പെടുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ കരുതുമ്പോഴും സേവിക്കുമ്പോഴും പോറ്റുമ്പോഴുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദർ ദൈവത്തിന്റെ ക്ഷണം സ്വീകരിക്കാത്തതിനാൽ അവർ പരാജയപ്പെട്ടു. എന്നാൽ മറുവശത്ത് ദരിദ്രർ, വികലാംഗർ, അന്ധർ, പുറത്താക്കപ്പെട്ടവർ ദൈവത്തിന്റെ ക്ഷണം സ്വീകരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ പുറന്തള്ളപ്പെടുന്നു, പുറന്തള്ളപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറുന്നു. ഈ വിരോധാഭാസം വ്യക്തമായി ലൂക്കോസ് വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു. അടുത്ത ദൈവശാസ്ത്ര ചിന്ത എന്ന് പറയുന്നത് രക്ഷയുടെ ദൈവശാസ്ത്രമാണ്. രക്ഷയുടെ ദൈവശാസ്ത്രം ലൂക്കായുടെ ദൈവശാസ്ത്രത്തിന്റെ പ്രധാന ആശയം തന്നെയാണ്, സാർവത്രിക രക്ഷ. അതുകൊണ്ടാണ് ലൂക്കായെ രക്ഷാകര ചരിത്രത്തിന്റെ ദൈവശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. രക്ഷ യഹൂദർക്ക് മാത്രമല്ലെന്നും വിജാതീയരും രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുന്നുവെന്നും സുവിശേഷം വ്യക്തമാകുന്നു.
സകല ജനങ്ങൾക്കുമുള്ള രക്ഷയാണ് യേശു. യേശുവിന്റെ ജനനം എല്ലാ ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിന്റെ വാർത്തയായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത് 2-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ. അവിടുന്ന് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും യഹൂദ ജനതയുടെ മഹിമയുമാണ്. 2:32. ഈ സാർവത്രിക രക്ഷാകര പദ്ധതി യേശുവിന്റെ കാലത്ത് തന്നെ ആരംഭിച്ചതിന് തെളിവാണ് യേശു വിജാതീയ ദേശത്ത് അത്ഭുതം പ്രവർത്തിക്കുന്നതും പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതുമെല്ലാം 8-ാം അധ്യായം 26 മുതൽ 39 വരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഉത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നതും ഈ സാർവത്രിക രക്ഷ സാക്ഷാത്കരിക്കാനാണ്. 24-47 അപ്പസ്തോല പ്രവർത്തികളിൽ 1:8. അപ്പോൾ ഈ സാർവത്രിക രക്ഷാകര പദ്ധതി ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെ എല്ലാ ജനതകളിലേക്കും അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിക്കുന്നതാണ് അപ്പസ്തോല പ്രവർത്തികളിൽ നാം കാണുന്നത്. സാർവത്രിക രക്ഷ. അടുത്തതായിട്ട് ലൂക്കായുടെ കരസ്പർശമുള്ള മറ്റ് ചിന്തകൾ നമുക്കത് തുടർച്ചയായിട്ട് വീണ്ടും പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ്, പ്രാർത്ഥന, കാരുണ്യം, ദരിദ്രരോടുള്ള കരുതൽ, സ്ത്രീകൾ. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ സ്ത്രീകൾക്കുള്ള പങ്കാണ് മറ്റൊരു പ്രധാന പ്രമേയം. സമൂഹത്തിൽ കാര്യമായി സ്ഥാനമില്ലാതിരുന്ന സ്ത്രീ വിഭാഗത്തോട് യേശുവിനുള്ള അനുഭാവം ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. ഒത്തിരി സ്ത്രീ കഥാപാത്രങ്ങളെ ലൂക്ക അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടും സ്ത്രീയും പുരുഷനും ദൈവ പദ്ധതിയിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സമാന്തരമായി സ്ത്രീ പുരുഷ കഥാപാത്രങ്ങളെ ലൂക്ക അവതരിപ്പിക്കുന്നത് വഴി എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കുന്ന ദൈവീക ചിന്ത. ഉദാഹരണത്തിന് ദൈവീക ഇടപാടുകൾ പ്രത്യേകിച്ച് സഖറിയായും മറിയത്തിനും ലഭിക്കുന്നു. സമാന്തരമായി സ്ത്രീ പുരുഷ കഥാപാത്രങ്ങൾക്ക് ലഭിക്കുന്നു. സഖറിയായ്ക്കും മറിയത്തിനും ലഭിക്കുന്നു. സഖറിയായും എലിസബത്തും ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവരാണ്. അതുപോലെ തന്നെ മറിയവും സഖറിയായും ദൈവത്തെ സ്തുതിക്കുന്നു. ശിമയോനും അന്നായും അടുത്ത സ്ത്രീ പുരുഷ കഥാപാത്രങ്ങൾ ഒരുപോലെ അവതരിപ്പിക്കുന്നു. ദേവാലയത്തിൽ ശിശുവായ യേശുവിനെ അനുഗമിക്കുന്നു ശിമയോനും അന്നായും. യേശുവിന്റെ പീഡാനുഭവ വേളയിലും സ്ത്രീകൾക്ക് ഉചിതമായ സ്ഥാനം ലൂക്കോസ് നൽകുന്നു. അപ്പസ്തോല പ്രവർത്തികളിലേക്ക് കടക്കുമ്പോൾ പെന്തിക്കോസ്തായ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം ലൂക്ക എടുത്തു പറയുന്നു. അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയിലും സഭയിലും സ്ത്രീകൾ വഹിക്കുന്ന സ്ഥാനം ലൂക്ക പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ലൂക്കായുടെ ഈ ദൈവശാസ്ത്ര ചിന്തകൾക്ക് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കാനുള്ളത് ഈ 2 കൃതികളുടെയും രചനയുടെ കാലവും സ്ഥലവും നമുക്ക് ലഘുവായി ചർച്ച ചെയ്യാം. അപ്പോൾ രചനയുടെ കാലം 3 അഭിപ്രായങ്ങളാണുള്ളത്. ഒന്നാമതായി രചനയുടെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ വളരെ നേരത്തെയുള്ള ഒരു കാലഘട്ടമാണ് രചനയുടെ കാലമായി പരിഗണിക്കുന്നത്. കാരണം പൗലോസ്ലീഹായുടെ മരണത്തെക്കുറിച്ചോ നീറോയുടെ അതികഠിനമായ മതമർദ്ദനത്തെക്കുറിച്ചോ ഈ ഗ്രന്ഥങ്ങൾ ഒന്നും പരാമർശിക്കുന്നില്ല എന്നതാണ് അതിന് കാരണം. അതുകൊണ്ട് ഈ സംഭവങ്ങൾക്ക് മുമ്പിലായിരിക്കണം രചന നടന്നതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത് പൗലോസിന്റെ റോമൻ കാരാഗ്രഹവാസത്തോടെയാണ്. ഏതാണ്ട് AD 61-നും 63-നും ഇടയ്ക്ക്. അപ്പോൾ ഈ കാലഘട്ടത്തെ രചനയുടെ കാലമായി ചില പണ്ഡിതന്മാർ ചിന്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പൗലോസ്ലീഹായുടെ മരണത്തിന് മുമ്പ് ഈ കൃതികൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ ചിന്തിക്കുന്നു. അതേസമയം രണ്ടാമതായി ഗ്രന്ഥത്തിന്റെ വിശദമായ പഠനം വ്യക്തമാകുന്നത് കുറച്ചുകൂടി വൈകിയ ഒരു കാലഘട്ടമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തനിക്ക് മുമ്പ് മറ്റനേകം പേർ ഈ സംഭവങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളതായി ഗ്രന്ഥകാരൻ വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മർക്കോസിന്റെയും മത്തായിയുടെയും സുവിശേഷങ്ങളുമായി 3-ാമത്തെ സുവിശേഷത്തിനുള്ള ബന്ധം കാണുമ്പോൾ അവയ്ക്ക് ശേഷമാകണം
ഈ കൃതികൾ രചിക്കപ്പെട്ടത് എന്നർത്ഥം. ഏതാണ്ട് AD 70 ശേഷമാകണം ഈ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. ദൈവശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പൗലോസിന്റെ മരണവും മറ്റ് നിരവധി ചരിത്ര സംഭവങ്ങളും ഉൾക്കൊള്ളിക്കാത്തതും. ഗ്രന്ഥം ഉപസംഹാരമില്ലാതെ, അതായത് കൺക്ലൂഷൻ ഇല്ലാതെ അവസാനിക്കുന്നതും ഒരു ദൈവശാസ്ത്ര ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം. അതേസമയം മൂന്നാമതായി ഇതിന്റെ രചന രണ്ടാം നൂറ്റാണ്ടിലായിരിക്കില്ല എന്നാണ്. പൗലോസിന്റെ ലേഖനങ്ങളെക്കുറിച്ചോ രചനയെക്കുറിച്ചോ കൃത്യമായ അറിവ് ഗ്രന്ഥകാരനില്ലെന്ന് ചിലയിടങ്ങളിൽ നമുക്ക് തോന്നിപ്പോകും. കാരണം ചിലയിടങ്ങളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ സംഭവങ്ങളും പൗലോസിന്റെ ലേഖനങ്ങളിലെ വിവരണങ്ങളും തമ്മിൽ അത്ര കൃത്യതയില്ല. രചനയുടെ കാലം കൃത്യമായി നിശ്ചയിക്കാനായില്ലെങ്കിലും ആധുനിക പണ്ഡിതന്മാർ ഇപ്പോൾ ഏതാണ്ട് 80-നും 85-ന്റെയും കാലഘട്ടത്തിലാണ് അധികവും ഈ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുവാനുള്ള സാധ്യത കൽപ്പിക്കുന്നത്. അപ്പോൾ ഇത് സമയം അല്ലെങ്കിൽ കാലം ഇതാണെങ്കിൽ അടുത്തതായിട്ട് ഇതെവിടെയാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇത് രചിക്കപ്പെട്ടത്? രചനയുടെ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ പാലസ്തീനായ്ക്ക് പുറത്തു വച്ചായിരിക്കണം അത് എഴുതപ്പെട്ടത്. റോമിൽ വെച്ചാകാനാണ് സാധ്യതയെന്ന് ചില പണ്ഡിതന്മാർ കരുതുന്നു. അതുപോലെ തന്നെ സിറിയയിലെ അന്ത്യോക്യയിലുമാകാം. ഗ്രന്ഥത്തിന്റെ സാർവത്രികമാനം, യൂണിവേഴ്സാലിറ്റി പരിഗണിച്ചാൽ എഴുതപ്പെട്ട സ്ഥലത്തിന്റെ സാഹചര്യങ്ങൾ അത്ര പ്രധാനപ്പെട്ടതല്ല. സുവിശേഷം എഴുതപ്പെട്ട് അധികം താമസിക്കാതെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളും എഴുതപ്പെട്ടിരിക്കണം. കാരണം രണ്ടും ഒരേ ഉദ്ദേശത്തോടെയാണ് തിയോഫിലോസിന് എഴുതുന്നത്. അതുകൊണ്ട് രണ്ട് ഗ്രന്ഥങ്ങളും ഒരേ ചരിത്രത്തിന്റെ തുടർച്ചയാണ്, സീക്വൽ. അപ്പോൾ സുവിശേഷത്തിന്റെ അടുത്ത അധ്യായം, അതായത് സുവിശേഷത്തിന്റെ ഘടനയിലേക്കും ലഘുവ്യാഖ്യാനത്തിലേക്കും നാം പോകുന്നതിന് മുമ്പ് നാം പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ വരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാം. ആദ്യമായി ഈ പഠനത്തിന്റെ ഒന്നാം ഭാഗത്തിൽ നാം ഈ രണ്ട് കൃതികളുടെയും, സുവിശേഷത്തിന്റെ അപ്പസ്തോല പ്രവൃത്തികളുടെയും പൊതുവായ ആമുഖ വിവരണങ്ങൾ കണ്ടു. അല്ലെങ്കിൽ രണ്ട് കൃതികളുടെയും സവിശേഷതകൾ. ഒന്നാമതായി ഏറ്റവും ദൈർഘ്യമേറിയ സുവിശേഷ ഗ്രന്ഥകാരനാണ് ലൂക്കോസ് എന്ന് നാം പറഞ്ഞു, പ്രത്യേകിച്ച് വാക്കുകളും പരിശോധിക്കുമ്പോൾ. രണ്ടാമതായി ലൂക്കായുടെ കൃതികൾ ഏറ്റവും മനോഹരമായ കൃതികൾ എന്ന് വിളിക്കാം. അതിന് കാരണം ലൂക്കായുടെ ശൈലിയാണ് എന്ന് നാം കണ്ടു. മൂന്നാമതായി ലൂക്കോസിന്റെ കൃതികൾ ബഹുസ്വരതയുടെ കൃതികൾ എന്ന് കരുതപ്പെടുന്നു, മോസ്റ്റ് പ്ലൂറലിസ്റ്റിക് റൈറ്റിംഗ്സ്. ലൂക്കായുടെ കൃതികൾ ഈ ആധുനിക ലോകത്തോട് നന്നായി യോജിക്കുന്ന തരത്തിലാണ് ചിട്ടപ്പെട്ടിരിക്കുന്നത് എന്നും നാം കണ്ടു. നാലാമതായി സുവിശേഷത്തിന്റെ ഈ സവിശേഷത, ഇത് ഒരു ബഹുസ്വരതയുടെ സുവിശേഷമെന്ന് നാം കണ്ടു. അതിനോട് ചേർന്ന് തന്നെ ഇതിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സാർവത്രികമാണ്, യൂണിവേഴ്സൽ. അതായത് സൃഷ്ടി മുതൽ പറൂസിയ വരെ, കർത്താവിന്റെ രണ്ടാം വരവ് വരെ സുവിശേഷ പ്രഘോഷണം നടത്തണം. കാരണം ഇത് സാർവത്രികമാണ്. ലൂക്കായുടെ കൃതികളുടെ അനന്യതയാണ് നാം അഞ്ചാമതായി പറഞ്ഞത്, ദ യുണീക്ക്നെസ് ഓഫ് ലൂക്ക്. ലൂക്കായുടെ കൃതികളുടെ അനന്യത വെളിവാക്കുന്നത് രണ്ട് രൂപത്തിലാണ് എന്ന് നാം കണ്ടു. ലൂക്കോസ് തന്റെ അനന്യത വെളിവാക്കുന്നത് തൻ്റെതായ ഉപമകൾ വഴിയും അതുപോലെ തന്നെ തൻ്റെതായ വിവരണങ്ങൾ വഴിയുമാണ്, പാരബിൾസ് ആൻഡ് നരേഷൻസ്. നാം കണ്ട മറ്റൊരു സവിശേഷതയാണ്, പുതിയ നിയമത്തിൽ ഒരു തുടർഭാഗം എഴുതുന്ന എഴുത്തുകാരൻ ലൂക്കോസ് ആണ്. സുവിശേഷത്തിന്റെ ഒരു തുടർഭാഗമായിട്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തെ ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ, സുവിശേഷം സഭയിലൂടെ തുടരുന്നു. അങ്ങനെ സുവിശേഷവും നടപടി പുസ്തകവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം കണ്ടു. അടുത്തതായി ഈ പഠന പദ്ധതിയിൽ നാം കണ്ടത് ഗ്രന്ഥകാരനെയാണ്. ആരാണ് ഗ്രന്ഥകാരൻ? ഗ്രന്ഥകാരൻ ലൂക്ക ആണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ നാം കണ്ടു. ഒന്നാമതായി അത് ഇന്റേണൽ, ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെ, അതായത് ലൂക്കായുടെ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയും ഉള്ളിൽ നിന്ന് തന്നെ ഗ്രന്ഥകാരൻ ലൂക്ക ആണെന്ന് നമുക്ക് അനുമാനിക്കാം. രണ്ടാമതായിട്ട് ബാഹ്യ തെളിവുകൾ, എക്സ്റ്റേണൽ, ബോർഡ് മേയർ പാപ്പിറസ്,
P75 കുറിച്ച് നാം പറഞ്ഞു. അതുപോലെ തന്നെ മൂറത്തോറിയൻ രേഖകൾ, അതുപോലെ സഭാപിതാക്കന്മാരായ ഇരണീയൂസും തെർത്തുല്യനും ഒറിജിനും യൗസേബിയൂസും ഒക്കെ ഏകകണ്ഠമായി സാക്ഷ്യപ്പെടുത്തുന്നു ഈ ഗ്രന്ഥകാരൻ ലൂക്കാണെന്ന്. അടുത്തായി നാം ചർച്ച ചെയ്തത് ഈ കൃതികളുടെ ലൂക്കായുടെ അപ്പസ്തോല പ്രവൃത്തി തമ്മിലുള്ള ഐക്യമാണ്. ലൂക്ക തന്റെ സുവിശേഷം അപ്പസ്തോല പ്രവൃത്തികൾ മനസ്സിൽ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തെന്നാൽ അപ്പസ്തോല പ്രവൃത്തികൾ ഇല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പദ്ധതി അപൂർണമായിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും അപ്പസ്തോല പ്രവർത്തനം എഴുതിയത് തന്നെ സുവിശേഷത്തെ പൂർത്തീകരിക്കാനാണ്. ഇതിനുശേഷം നാം ചർച്ച ചെയ്തത് ലൂക്കായുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങളാണ്. പ്രധാനമായും 4 വീക്ഷണങ്ങൾ: വഴിയുടെ ദൈവശാസ്ത്രം, വിരുന്നിന്റെ ദൈവശാസ്ത്രം, രക്ഷയുടെ ദൈവശാസ്ത്രം, ലൂക്കായുടെ സ്പർശനമുള്ള ചിന്തകൾ, പരിശുദ്ധാത്മാവ്, പ്രാർത്ഥന, അതുപോലെ തന്നെ കാരുണ്യം, ദരിദ്രരോടുള്ള കരുതൽ, സ്ത്രീകൾ. അങ്ങനെ ഈ ആമുഖ ചർച്ചയിൽ അവസാനമായി നാം കണ്ടത് ഈ 2 കൃതികളുടെയും രചനയുടെ കാലവും സ്ഥലവുമാണ്. ഒന്നാമതായിട്ട് കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ്ലീഹായുടെ മരണത്തിന് മുമ്പ് രചിക്കപ്പെട്ടിരിക്കാം, പൗലോസ്ലീഹായുടെ മരണത്തിന് ശേഷം രചിക്കപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ 80ഓ 85ഓ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരിക്കാം. അതുപോലെ തന്നെ സ്ഥലം റോമായോ സിറിയയിലെ അന്തിയോക്യയോ ആകാം എന്നാണ്.